ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ ഈ ഭൂമിയിലായിരിക്കാൻ തക്കവണ്ണം നമ്മെ അനുഗ്രഹിച്ച കർത്താവിനെ ആദ്യമേ മഹത്വപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൽ വലിയൊരു വിജയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നല്ല കരിയറിലേക്ക് ഉയരാൻ ആഗ്രഹിച്ചിട്ടും എവിടെയോ ഒരു തടസ്സം പോലെ നമുക്ക് തോന്നാറില്ലേ? പുതിയൊരു മാറ്റത്തിനു വേണ്ടി ആഗ്രഹിക്കുമ്പോഴും നമ്മുടെ പഴയ മോശം ശീലങ്ങളെയും ചിന്തകളെയും ഉപേക്ഷിക്കാൻ കഴിയാതെ പലപ്പോഴും നമ്മൾ വിഷമിക്കാറില്ലേ? കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ പഴയ തടസ്സങ്ങളെ എങ്ങനെ ധൈര്യത്തോടെ ഉപേക്ഷിക്കണമെന്ന് പഠിപ്പിക്കുന്ന അതീവ ഗൗരവമേറിയ ഒരു വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് 14:33 വചനം ഇങ്ങനെ പറയുന്നു: അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. യേശുക്രിസ്തുവിൻ്റെ കൂടെ വലിയൊരു ജനക്കൂട്ടം യാത്ര ചെയ്യുന്നതാണ് ഈ വചനത്തിൻ്റെ പശ്ചാത്തലം. യേശുവിൻ്റെ കൂടെ നടക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണെന്ന് കരുതി വലിയ ആവേശത്തോടെയാണ് അവർ വരുന്നത്. എന്നാൽ യേശു തിരിഞ്ഞു നിന്ന് ആ ജനക്കൂട്ടത്തിൻ്റെ കണ്ണു തുറപ്പിക്കുന്ന ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഒരു ഗോപുരം പണിയാൻ തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ചെലവ് കണക്ക് കൂട്ടുന്ന മനുഷ്യൻ്റെയും യുദ്ധത്തിന് പോകുന്ന ഒരു രാജാവിൻ്റെയും ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് കർത്താവ് ഈ 33-ാം വചനം നമ്മോട് സംസാരിക്കുകയാണ്. യേശു അവരോട് പറയുകയാണ്, ആവേശം കൊണ്ട് മാത്രം എൻ്റെ പിന്നാലെ വരരുത്. ഇതിൻ്റെ വില നിങ്ങൾ കണക്ക് കൂട്ടണം. നമ്മുടെ പഴയ താല്പര്യങ്ങളും സ്വാർത്ഥതകളും ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ ഈ യാത്ര പൂർത്തിയാക്കാൻ നമുക്ക് കഴിയുകയില്ല. പ്രിയ സഹോദരി സഹോദരങ്ങൾ, ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ മാറ്റത്തിന് വലിയൊരു ത്യാഗം ആവശ്യമാണ് എന്നതാണ്. യേശു പറയുന്നു, തനിക്കുള്ളതൊക്കെയും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ എന്ന്. ഈ വചനം എല്ലാ സ്വത്തും അക്ഷരാർത്ഥത്തിൽ ഉപേക്ഷിക്കണമെന്നല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും യേശുവിനേക്കാൾ ഉയർന്ന സ്ഥാനം നൽകാൻ പാടില്ല എന്നതാണ് ഇതിൻ്റെ ആഴമേറിയ അർത്ഥം. നമ്മുടെ സമ്പത്ത്, സ്ഥാനം, അഹങ്കാരം, സ്വാർത്ഥത, ലോകമോഹം ഇവയെല്ലാം യേശുവിൻ്റെ അധീനതയിൽ നാം സമർപ്പിക്കണം. യഥാർത്ഥ ശിഷ്യത്വം ഞാൻ എന്നതിൽ നിന്ന് കർത്താവേ നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന ജീവിതത്തിലേക്കുള്ള യാത്രയാണ്. ഇതിൻ്റെ അർത്ഥം നമ്മുടെ കരിയറിലോ ജീവിതത്തിലോ നമ്മൾ അടുത്ത തലത്തിലേക്ക് ഉയരണമെങ്കിൽ നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന മൊബൈൽ അഡീഷനുകൾ, മടി, മോശം കൂട്ടുകെട്ടുകൾ, നമ്മുടെ ഈഗോ, ഇതൊക്കെ നമ്മൾ ഇന്ന് തന്നെ കർത്താവിലേക്ക് സമർപ്പിച്ച് ഉപേക്ഷിക്കുക. ഇന്നത്തെ ലോകത്ത് പലരും വിജയത്തിന് വില കൊടുക്കാൻ തയ്യാറാണ്. നല്ല വിദ്യാഭ്യാസത്തിന്, നല്ല ജോലിക്ക്, ഒരു ബിസിനസ് നന്നായിട്ട് വളർത്താൻ വർഷങ്ങളുടെ പരിശ്രമം നാം നടത്തുന്നു. അപ്പോൾ നിത്യജീവിതത്തിന് വേണ്ടി ചില ത്യാഗങ്ങൾ ചെയ്യാൻ നാം തയ്യാറാകേണ്ടതല്ലേ? ഇതിൻ്റെ ഒപ്പം തന്നെ ഈ വചനത്തിൻ്റെ ഹൃദയം ഇതാണ്: ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനത്താണോ? നമ്മുടെ സമയം ആർക്കാണ്? നമ്മുടെ ഹൃദയം ആർക്കാണ്? നമ്മുടെ തീരുമാനങ്ങളെ നയിക്കുന്നത് ആരാണ്? യേശു നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമാകാനല്ല ആഗ്രഹിക്കുന്നത്, മറിച്ച് അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാകാൻ ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിലെ സമ്പത്തും പ്രശസ്തിയും സ്ഥാനങ്ങളും ഒരു നാൾ അവസാനിക്കും. പക്ഷേ യേശുവിന് വേണ്ടി ജീവിച്ച ജീവിതം ഒരിക്കലും വെറുതെ ആകുകയില്ല. നാം ഇന്ന് ചെയ്യുന്ന ഓരോ വിശ്വസ്തമായ തീരുമാനവും സത്യത്തിൽ ഫലം കായ്ക്കും. അതുകൊണ്ട് താൽക്കാലിക നേട്ടങ്ങളെക്കാൾ നിത്യരാജ്യത്തെ തിരഞ്ഞെടുക്കുക. ഒരു കപ്പലിന് വേഗത്തിൽ സഞ്ചരിക്കണമെങ്കിൽ അതിൻ്റെ ഭാരം കുറയ്ക്കണം. അതുപോലെ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് കുതിക്കുവാൻ നമ്മുടെ മനസ്സിനെ അനാവശ്യ ഭാരങ്ങളെ ദൂരെ എറിയുക. താൽക്കാലികമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടി നമ്മുടെ വലിയൊരു ഭാവിയെ നഷ്ടപ്പെടുത്തരുത്. അവൻ്റെ വഴിയിൽ നടക്കുന്ന ഒരു വ്യക്തി പോലും ലക്ഷ്യം തെറ്റിപ്പോവുകയില്ല. അതുകൊണ്ട് ഇനി ഒരു മടിയും ആവശ്യമില്ല. അനാവശ്യ ഭാരങ്ങൾ ഉപേക്ഷിക്കുക. നമ്മുടെ വിജയം ഇതാ നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. യേശുവിനെ പിന്തുടരുക എന്നത് ഒരു പേരിലുള്ള ക്രിസ്ത്യാനിയാകുകയല്ല, മറിച്ച് അതൊരു സമർപ്പിത ജീവിതമാണ്. ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, എൻ്റെ ജീവിതത്തിൽ യേശുവിന് ഒന്നാം സ്ഥാനമാണോ? ഞാൻ അവന് വേണ്ടി മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാണോ? എൻ്റെ ഹൃദയം ദൈവത്തിനാണോ ലോകത്തിനാണോ കൊടുക്കുന്നത്? നമുക്ക് നമ്മുടെ ജീവിതം മുഴുവൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. യേശുവിന് പിന്തുടരാൻ നൽകുന്ന വില ചെറുതായിരിക്കാം, എന്നാൽ ലഭിക്കുന്ന പ്രതിഫലം നിത്യമാണ്.
നമുക്ക് യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യരായി ജീവിക്കാം. കർത്താവ് നമ്മെ പൂർണ്ണ സമർപ്പണത്തിൻ്റെ ജീവിതത്തിലേക്ക് നയിക്കട്ടെ.